ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേനും സോയാബീൻ ഇട്ട് കൊടുക്കുക. സോയാബീൻ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരേക്കും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഇത് തിളച്ച് വരുമ്പോഴത്തേനും വെള്ളവും സോയാബീനും സെപ്പറേറ്റ് ആക്കുക. അതുപോലെ തന്നെ സോയാബീൻ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഇത് കറിയിലേക്ക് ചേർക്കാനുള്ളത് ആദ്യം നമ്മൾ കറുകപ്പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ പെരുംജീരകം, സാദാ ജീരകം, അതുപോലെ തന്നെ വറ്റൽമുളക് ഇതൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോഴത്തേനും തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കുക. നമുക്കിതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേനും ചൂടാറാൻ കുറച്ച് നേരം വെച്ച് പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക മീൻസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വരണം. അതുവരേക്കും നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. കളർ മാറി വരുന്നുണ്ട്. നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ കിട്ടണം. ഇതായിരിക്കും ആ കളറ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുക. ഒന്നുകിൽ നമുക്ക് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അത് ഏതാ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചില്ലി സോസ് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ദെൻ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പരുവം കിട്ടിക്കാണും. വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മൾ ഒരു കപ്പോ 2 കപ്പോ വെള്ളം, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. എന്നിട്ട് നമുക്ക് സോയാബീൻ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേനും കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുക അതിനകത്തേക്ക്. ഇനി ഉപ്പ് എന്തെങ്കിലും ഇടാൻ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.